ദൈവം നിങ്ങളുടെ നിന്ദകളെ ഉരുട്ടിക്കളഞ്ഞ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടിടത്ത് മാനിക്കുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം. ആമേൻ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിതാണ്: നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, അവിടെ നിങ്ങളുടെ നിന്ദയെ മാറ്റി ദൈവം ഇതുവരെ ഇല്ലാത്ത ഒരു മാന്യത ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ആലോചന ഇതാണ്: ദൈവത്തോട് ഉടമ്പടി ചെയ്തവരുണ്ടോ? ദൈവത്തിൻ്റെ വ്യവസ്ഥകളോട് പറ്റി നിൽക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരുണ്ടോ? അവരുടെ മേൽ വീഴുന്ന നിന്ന ദൈവത്തിൻ്റെ മേൽ വീഴുന്ന നിന്നയാണ്. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മളെ നിന്ദിക്കുന്ന നിന്ന ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതാണെങ്കിൽ ആ നിന്ന ദൈവം ഏറ്റെടുക്കും. അത് പരിഹരിക്കുവാനും അവിടെ മാനിക്കുവാനും ദൈവം ഉത്തരവാദിത്തമുള്ള ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്, അങ്ങനെ അത്ഭുതം ചെയ്യുന്ന ദൈവം കൂടെയാണ്. 42 സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 42 സങ്കീർത്തനം 10 വാക്യം: നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. ഹല്ലേലൂയ. ചില നിന്ദകളൊക്കെ അത്ര വേദനാജനകമായിരിക്കും. അസ്ഥികളെ തകർക്കുന്ന, നമ്മൾ സാധാരണ വേദനകളൊക്കെ നമ്മൾ സഹിക്കുന്നവരാണ്. എന്നാൽ അസ്ഥിക്കുണ്ടാകുന്ന വേദന അത് സഹിക്കാൻ പറ്റുകയില്ല. നമുക്ക് പല്ലിന് ഒരു വേദന വരുമ്പോൾ നമുക്കറിയാം അത് എന്ത് ചെയ്യാനാ മാറുകയില്ല. അതുപോലെ അത് അസ്ഥിക്ക് വരുമ്പോൾ ഭയങ്കര വേദനയാണ്. അസ്ഥികളെ തകർക്കുന്നത് പോലെ നിന്ദിക്കുന്ന മനുഷ്യരുണ്ട്, നിന്ദകളുണ്ട്. അതും ദൈവം എവിടെ, നിന്റെ ദൈവം എന്തിയേ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ ആക്രോശവുമായി പാഞ്ഞെടുക്കുന്ന സംഘടിതരായ ആളുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: അവരുടെ നടുവിൽ ഈ ദൈവം എവിടെയെന്നും അവന് ശക്തി ഉണ്ടോ ഇല്ലെന്നും തെളിയിക്കുവാൻ സർവശക്തനായ ദൈവം, അധികാരമുള്ളവനായ ദൈവം, അവൻ അത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പീലാത്തോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് പറയുകയാണ്: എനിക്ക് നിന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനും വിട്ടയക്കാനും അധികാരമുണ്ട് പറയുകയാണ്. യേശു പറഞ്ഞത്: മുകളിൽ നിന്ന് നിനക്ക് അധികാരം ലഭിച്ചിട്ടല്ലാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം മുകളിൽ നിന്ന് അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ മേൽ ആർക്കെങ്കിലും അധികാരം ഉണ്ടാകുകയുള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്താലോ അതിനപ്പുറം ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. പീലാത്തോസ് യേശുവിനെ കൊല്ലുവാൻ കൽപ്പന കൊടുത്തവനാണ്, വിധി പുറപ്പെടുവിച്ചവനാണ്. മനസ്സോടുകൂടി അല്ലെങ്കിലും യേശു നീതിമാനാണെന്ന് പീലാത്തോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വിധിന്യായത്തിലും രേഖപ്പെടുത്തി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയല്ലായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോൾ 2 ദിവസം ആ മരണത്തിൻ്റെ കഥ തുടർന്നുള്ളൂ. മരണത്തിൻ്റെ സ്റ്റോറി വന്നുള്ളൂ. 3-ാം ദിവസമായപ്പോൾ മരണം കൊണ്ട് പരാജയപ്പെടുത്തി, മരണത്തെ അല്ലെങ്കിൽ അസത്യത്തെയും അനീതിയെയും സത്യം കൊണ്ട് വിജയിച്ച് അല്ലെങ്കിൽ സത്യം കൊണ്ട് പരാജയപ്പെടുത്തി സത്യം ഉയർത്തെഴുന്നേറ്റപ്പോൾ പീലാത്തോസിൻ്റെ വിധിയും യഹൂദന്മാരുടെ ആരോപണങ്ങളും സകല പൈശാചിക കൂട്ടുകെട്ടുകളുടെയും വൃന്ദങ്ങളുടെയും ഒക്കെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പീലാത്തോസ് ആര് വിധി പുറപ്പെടുവിച്ചോ അവൻ്റെ മുമ്പിൽ, അവൻ്റെ ഭരണ സമയത്ത് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ വാർത്ത പുരോഹിതന്മാർ വന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്: നിങ്ങൾക്ക് ഞാൻ കാവൽക്കൂട്ടം തരാം, നിങ്ങൾ പോയി അത് മറച്ചു വെച്ചോ, എന്ത് ചെയ്തു? അടുത്ത ദിവസം വന്ന് കല്ലുകളെല്ലാം ഭേദിച്ച് യേശു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. പീലാത്തോസിന്റെ കാലത്ത് തന്നെ. ഞാൻ പറയാം, എവിടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കി, എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടു, എവിടെ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നോക്കി, അവിടെ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ നടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വെച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല കേട്ടോ, കൈവിടുകയില്ല. അപ്പോൾ നിന്ദകളെ അവൻ മാറ്റിക്കളയും. ഇസ്രായേൽ ജനം യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ അവര് ഗിൽഗാലിലേക്ക് വരിക. എരിഹോ എന്ന് പറയുന്ന ആദ്യത്തെ ഗേറ്റ് വേയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ഗിൽഗാൽ, യോർദാന്റെ കര. അവിടെ വെച്ച് ദൈവം അവരോട് പറയാണ്: നിങ്ങൾ പരിച്ഛേദന ചെയ്ത് യഹോവയോട് നിയമത്തിന്റെ ഉടമ്പടി ചെയ്യണം. ഇസ്രായേൽ ജനം ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം പറയാണ്: ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് മിസ്രയീമിന്റെ നിന്ന് ഞാൻ ഉരുട്ടിക്കളയും.
അപ്പോൾ ദൈവത്തോടൊരു എഗ്രിമെൻ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി അവരെ തന്നെ അവരുടെ ശരീരത്തിൽ അടയാളമിട്ട്, കർത്താവിനോടുള്ള എഗ്രിമെൻ്റ് ചെയ്തതിൻ്റെ അടയാളം അവരുടെ ശരീരത്തിലിട്ട് കാണിച്ചതാണ് പരിച്ഛേദന. അത് ചെയ്തപ്പോൾ ദൈവം അവരുടേതായി മാറി, അവർ ദൈവത്തിൻ്റെതായി മാറി. അവരുടെ നിന്നയെ ദൈവം ഉരുട്ടിക്കളയാൻ തുടങ്ങി. വാഗ്ദത്തം അവരുടെ മേൽ വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം നമ്മിലേക്ക് കടന്നു വരുന്നത് നാം ദൈവത്തിൻ്റെ വകയായി മാറുമ്പോഴാണ്. അതിനുള്ള അടയാളം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനാണ് കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. കർമ്മമാർഗത്തിൻ്റെ ആവശ്യകതയല്ലത്. അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും അംഗീകാരവുമാണ്. അവിടെ യേശുവിനെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് നാം ദൈവത്തിൻ്റെതായി മാറുന്നു, ദൈവം നമ്മുടേതായി മാറുന്നു. അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നമ്മുടെ അകത്തേക്ക് വന്ന് വസിക്കുക. അപ്പോഴാണ് നമ്മെ നിന്ദിക്കുന്ന യേശുവിൻ്റെ മേൽ വീഴും. ആ നിന്ദയുടെ നടുവിൽ, ആ പരിഹാസത്തിന്റെ നടുവിൽ, ആ അപമാനത്തിന്റെ നടുവിൽ സമയമാകുമ്പോൾ ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പല മേഖലയിലും ഒരു കൂത്തുകാഴ്ച പോലെ ദൈവത്തെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരൊക്കെ കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ നടുവിൽ ഒരു പ്രകാശിക്കുന്ന ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാക്കി തീർക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ ശക്തനായ ദൈവമാ, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാ. നിന്ദകളെ, പരിഹാസങ്ങളെ ദൈവം മാറ്റി അവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നെന്ന് ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, അവന് ദൈവത്തിന് ലക്ഷ്യമില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ദാവീദ് പറയുന്നത്, ദൈവം എൻ്റെ തല ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നിന്ദകളെ ദൈവം എടുത്ത് കളയട്ടെ. ദൈവം നിങ്ങളുടെ തല ഉയർത്തട്ടെ. നിങ്ങളുടെ തലമുറയുടെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ എല്ലാ നിന്ദകളെയും ദൈവം ഉരുട്ടിക്കളയുന്ന ദിവസങ്ങളായി തീരട്ടെ. ദൈവം അതിനുവേണ്ടി അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ആമേൻ. കർത്താവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏത് മേഖലയിലാണ് അവഗണിക്കപ്പെട്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, അവിടെ അവരുടെ നടുവിൽ, അവരുടെ കാതുകളിൽ, അവരുടെ കാഴ്ചയിൽ ദൈവം നിങ്ങളെ മാനിച്ച വാർത്ത എത്തിയിരിക്കും. പ്രാർത്ഥിക്കാൻ പോവാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് സമർപ്പിച്ച് കർത്താവിനോട് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ വകയായി തീരുന്ന ഈ മക്കളെ ദൈവം മാനിക്കണം. കർത്താവ്, ഇവർക്ക് എതിരെയുള്ള എല്ലാ നിന്ദകളെയും ദൈവം ഉരുട്ടിക്കളയണമേ. എല്ലാ പരിഹാസങ്ങളും അപമാനങ്ങളും നന്മയാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിന്ദകളും മാറിപ്പോകട്ടെ. ദൈവികമായ മഹത്വവും കർത്താവ് ദൈവത്തിൻ്റെ തേജസ്സുകളുടെ പ്രശ്നങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നിന്ദിച്ചവരുടെ നടുവിൽ ഇവരെ മാനിക്കണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കർത്താവിൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്, അത് നിവർത്തിക്കും. ഈ സന്ദേശം നിങ്ങൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.